കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. Rivers do not drink their own water. Trees do not eat their own fruit. The sun doesn't shine on itself, and flowers do not spread their fragrance for themselves. Living for others, a rule of nature. We are born to help each other, no matter how difficult it is. Life is good when you are happy, but much better when others are happy because of you. Pope Francis. We, the Little Angels of 5A, proudly present today's Radio Prior with Shiva teacher. I am Alena Maria And Andre Sherin. signing in. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ജീവിതത്തിലുടനീളം കരുണയുടെ മുഖമുദ്രയായി നിലകൊണ്ട ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് റേഡിയോ പ്രിയോറിന്റെ ആദരാഞ്ജലികൾ. ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ടി. കേരള ജെസുട്ട് പ്രൊവിൻസിന്റെ അഥവാ ഈശോ സഭയുടെ നിയുക്ത പ്രൊഫൻഷൻ, റോമോയിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസോസിയേറ്റ് പ്രൊഫസറും കേന്ദ്ര ജെസുട്ട് പ്രൊഫൻസറും റീജിയനറ്റിന്റെ തിയോളജിസ്റ്റിന്റെയും ഡയറക്ടറും സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷനിൽ അംഗമായി നിയമിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലും നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുള്ള ഹെൻറി അച്ഛൻ ഇപ്പോൾ വത്തിക്കാനിലാണ്. അവിടെ നിന്ന് ഫ്രാൻസിസ് പാപ്പയുടെ അനുസരണം റേഡിയോ പ്രിയറിന്റെ ശ്രോതാക്കൾ പങ്കുവയ്ക്കുന്നു. ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ 12 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുകയാണ്. ക്രിസ്തു ശിഷ്യനായ ഒരു അധികാരി എപ്രകാരമുള്ള ആളായിരിക്കണം എന്നതിന് തൻ്റെ ജീവിതം വഴി ഒരു ഉത്തമ മാതൃക നൽകിക്കൊണ്ടാണ് പാപ്പ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ജാതിമതഭേദമന്യേ പാപ്പായ്ക്കായി ആദരാഞ്ജലികൾ ഉയരുന്നു. തൻ്റെ ജീവിത ലാളിത്യം കൊണ്ടും മനുഷ്യസ്നേഹം കൊണ്ടും അദ്ദേഹം ജനഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ സഭയിലും സമൂഹത്തിലും വലിയ മാറ്റമുണ്ടാക്കി. ഒരുപാട് പേർക്ക് സഭയോടുണ്ടായിരുന്ന അകൽച്ചയും നിസ്സംഗതയും കുറഞ്ഞിരിക്കുന്നു. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ, ദേശ വ്യത്യാസങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിരുന്നവർക്ക് പാപ്പ വലിയ ആശ്വാസവും പ്രത്യാശയുമായി. സഭാമക്കൾക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തങ്ങൾ കത്തോലിക്കരാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. അധികാര മേധാവിത്വങ്ങളുടെ സഭയല്ല, മുറിവേറ്റ സഭയാണിതെന്നും കരുണയും സ്നേഹവുമാണ് സഭയുടെ മുഖമുദ്രകളെന്നുമുള്ള സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പാപ്പ നൽകി. ഈ ദശാബ്ദത്തിലെ
ലോകത്തിലെ ഏക ധാർമ്മിക ശബ്ദമാണ് പാപ്പായുടെ വേർപാടോടെ നിലച്ചത്. 2013 മാർച്ച് 13 മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് വാർത്ത കേൾക്കാൻ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഉണ്ടാകാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. അന്നവിടെ സംഭവിച്ച കാര്യങ്ങൾ പലവുരി പറഞ്ഞു കേട്ട് മിക്കവാറും മനുഷ്യർക്ക് കാണാപാഠമാണ്. ലത്തീൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ, ആദ്യത്തെ ജെസ്വിറ്റ് പോപ്പ്, പാവപ്പെട്ടവരോട് ആഭിമുഖ്യമുള്ള ലളിത ജീവിത പ്രേമിയായ മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗമറിയിച്ചുകൊണ്ട് വത്തിക്കാനിലെ കമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടി സമർപ്പിച്ചതായിരുന്നു. സുവിശേഷ മൂല്യങ്ങൾ വിശ്വസ്തയോടെയും ധീരതയോടെയും സാർവ ലൗകിക സ്നേഹത്തോടെയും പ്രത്യേകിച്ച് ഏറ്റവും ദരിദ്രരായവരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ജീവിക്കാൻ ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചേർത്ത് നിർത്തുകയും ചെയ്ത ഇങ്ങനെ ഒരു മാർപ്പാപ്പയെ നൽകിയതിന് ദൈവത്തിന് നന്ദി. വിശ്വാസത്തിൻ്റെ ആനന്ദവും അഭിമാനവുമായി ഫ്രാൻസിസ് പാപ്പ എന്നും ജീവിക്കും. മഹാകവി ഒളപ്പമണ്ണയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിത ആലപിക്കാനായി എത്തുന്നു ആൻഡ്രിയ ഷെറിൻ, അലൈന മരിയ, നോയൽ കേസ്. എൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തുവെള്ളി കതിർസിന്നും തുങ്കമാവാനി ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം മിന്നിതാ ചിരിക്കുന്നു, പാലോളി ചിതറുന്നു. മുൾച്ചെടി തലപ്പത്തും പുഞ്ചേരി വിരിയാറും ഡെഞ്ചേറി പൂന്തോപ്പിലെ നിരനിരുരയ്ക്കുന്നു. മധുരം മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. മധുരമി ജീവിതം ചെറുതാണെന്നെങ്കിലും പർത്തൻ കഷ്ടപ്പാടു പെരുമകളി പറവു മഹത്വത്തും പരസേവനം കാര്യം. ആരെല്ലാം ഗുരുനാഥ, ആരെല്ലാം ഗുരുനാഥ, പാരിതെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കഴിഞ്ഞ ആഴ്ച നിത്യതയിലേക്ക് യാത്രയായ സ്വർഗീയ താരകം ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിലൂടെ ഷിഫ ടീച്ചർ. ലോകത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ദൈവത്തിൻ്റെ മണമുള്ള മനുഷ്യൻ, കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച പോപ്പ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ഭയക്കാത്ത പ്രവാചകൻ എന്നിങ്ങനെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വിശേഷണങ്ങളേറെയാണ്. ജീവിതാന്ത്യം വരെ എളിമയുടെയും മനുഷ്യത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും പാത പിന്തുടർന്ന പുണ്യചരിതനായ ഫ്രാൻസിസ് പാപ്പായുടെ ജീവിത പന്ഥാവിലൂടൊരു യാത്ര. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലാണ് ഫ്രാൻസിസ് പാപ്പ ജനിച്ചത്. ജോർജ് മാരിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിൻ്റെ പിതാവ് മാരിയോ ഹോസെ ബർഗോളിയോയും മാതാവ് റെജീന സിവോറയും ഇറ്റാലിയൻ കുടിയേറ്റക്കാരായിരുന്നു. 5 സഹോദരങ്ങളുള്ള കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. 1949 ബ്യൂണസ് ഐറിസിലെ റാമോസ് മെജിയ സലേഷ്യൻ കോളേജിൽ പഠനമാരംഭിച്ചു. തുടർന്ന് ബ്യൂണസ് ഐറിസ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1957 തൻ്റെ 21-ാം വയസ്സിൽ ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ച് ശസ്ത്രക്രിയക്ക് വിധേയനായി ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തു. 1958 മാർച്ച് 11 ജെസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്നു. മാനവികശാസ്ത്രം, തത്വശാസ്ത്രം, ദൈവശാസ്ത്രം എന്നിവയിൽ പഠനം നടത്തി. 1963 ബ്യൂണസ് ഐറിസിലെ ഡാൻ മിഗുവേൽ സെമിനാരിയിൽ ഫിലോസഫി പഠനം. 1966 ബ്യൂണസ് ഐറിസിലെ സാൽവേറ്റർ കോളേജിൽ തത്വശാസ്ത്രം പഠിപ്പിച്ചു. 1969 ഡിസംബർ 17 പുരോഹിതനായി അഭിഷിക്തനായി.
1973 മുതൽ 79 വരെ അർജന്റീനയിലെ ജസ്വിറ്റ് പ്രവിശ്യയുടെ പ്രവിശ്യാ മേലധികാരിയായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് സാൻ മിഗുവേൽ സെമിനാരി റെക്ടറായി സേവനം ചെയ്തു. 1992 മെയ് 20 ബ്യൂണസ് ഐറിസ് സഹായമെത്രാനായി അഭിഷിക്തനായി. 1998 ഫെബ്രുവരി 28 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. 2001 ഫെബ്രുവരി 21 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. 2005 മുതൽ 2011 വരെ അർജന്റീന കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ അധ്യക്ഷനായി 2 തവണ സേവനമനുഷ്ഠിച്ചു. 2013 മാർച്ച് 13 പോപ്പ് ബെനഡിക്റ്റ് 16 രാജിക്കു ശേഷം പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ആദരിച്ച് ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ചു. ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പോപ്പ്, അമേരിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യ പോപ്പ്, യൂറോപ്പിന് പുറത്തുനിന്ന് 1272 ശേഷമുള്ള ആദ്യ പോപ്പ് എന്നീ വിശേഷണങ്ങൾ ഫ്രാൻസിസ് പാപ്പായ്ക്ക് സ്വന്തം. 2013 ഇവാഞ്ചേലി ഗൗഡിയം സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ആദ്യത്തെ അപ്പോസ്തലിക പ്രബോധനം പുറപ്പെടുവിച്ചു. 2015 ലൗദാത്തോ സി സ്തുതിക്കപ്പെട്ടവനാകട്ടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക എൻസൈക്ലിക്കലും 2016 അമേരിയസ് ലെറ്റീറ്റിയ സ്നേഹത്തിൻ്റെ ആനന്ദം കുടുംബത്തെക്കുറിച്ചുള്ള അപ്പോസ്തോലിക പ്രബോധനവും പുറപ്പെടുവിച്ചു. 2019 അബുദാബിയിൽ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബുമായി മാനവ സാഹോദര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. 2020 കോവിഡ് മഹാമാരിയിൽ ലോകത്തിനും നഗരത്തിനുമായി ഉർബി എറ്റ് ഓർബി എന്ന അനുഗ്രഹം നൽകി. ആഗോള കത്തോലിക്ക സഭ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ 2025 ഏപ്രിൽ 21 88 വയസ്സിൽ വത്തിക്കാനിൽ നിര്യാതനായി. 2013 മുതൽ 2025 വരെ പാപ്പയായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതശൈലിക്കും ദരിദ്രരോടുള്ള അനുകമ്പയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ജീവിതത്തിൽ പ്രാധാന്യം നൽകി. അടുത്തതായി മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു ലിവാന ഷെറി. ദൂരെ ഒരു മഴവില്ലിന്നേരാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിൻ ഇടവടിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജിതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിനിവളിലെ മലരുളിയഴകിലെ നാളങ്ങളിൽ വെൺകനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിന്നേരാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരോ മരെ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാമനെ കാണാത്ത രാധാങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലിനെ പ്രിയ സമ്മതം മൂളുമോ മനതാളിൽ അടിനീക്കിനി ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ എന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലെന്നാകമേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിനിവളിലെ മലരുളിയഴകിലെ നാളങ്ങളിൽ വെൺകനവുകൾ വിതറിയ താരകങ്ങൾ കാണുവാൻ കാത്തു ഞാൻ. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ
കൂട്ടുകാരെ, നിങ്ങൾക്ക് പാചകം ഇഷ്ടമല്ലേ? പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു 5Aയിലെ പാചകറാണി അലൈന മരിയ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ബോൾസ്. ചേരുവകൾ: ഉരുളക്കിഴങ്ങ് 2 എണ്ണം, അരിപ്പൊടി 1/4 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുക്കുക. താങ്ക് യു. Let us hear a speech about good manners by Jeremiah John Joseph. Good morning, everyone. Today I am going to tell you all about good manners. We all must know how to behave well and perform good manners. It helps us to earn respect and dignity in society. Modesty, humbleness, and kindness are few of the essential traits of a good-mannered person. We should maintain eye contact while shaking hands. We must say please when asking and thank you when receiving. Good manners means respecting others as well as ourselves. So we all must practice and follow good manners in our day-to-day life. അടുത്തതായി നമുക്കൊരു ലഹരി വിരുദ്ധ ഗാനം കേൾക്കാം. പാടുന്നത് വിപിനെ ലക്ഷ്മി KR. ലഹരിക്കടിമകളാകരുതേ, അത് നാടിനും വീടിനും ആപത്ത്. ഒരു നേരത്തെ കൗതുകമോർത്ത് വലിയൊരു കെണിയിൽ ചാടരുതേ. മയക്കുമരുന്നും മദ്യവും വേണ്ട, മാറാവ്യാധികൾ വാങ്ങേണ്ട. മയക്കുമരുന്നും മദ്യവും വേണ്ട, മാറാവ്യാധികൾ വാങ്ങേണ്ട. ലഹരികളൊന്നും ഇല്ലാതെ നല്ലൊരു ലോകം വാഴ്ത്തിയിടാൻ അരുതേ അരുതേ ചങ്ങാതികളെ, ലഹരിക്കടിമകളാകരുതേ. ലഹരികൾ തകർക്കും നമ്മുടെ ജീവിതം, അറിയാനൊട്ടും വൈകരുതേ. അറിയാനൊട്ടും വൈകരുതേ. അറിയാനൊട്ടും വൈകരുതേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കായിക വിനോദമാണല്ലോ ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, സൗരവ് ഗാംഗുലി തുടങ്ങിയ പേരുകളായിരിക്കും അല്ലേ? എന്നാൽ വനിതാ ക്രിക്കറ്റിൽ തന്നെ ലോകത്തിലെ ഒട്ടുമിക്ക റെക്കോർഡുകളുമായി സ്വന്തമാക്കിയ ഒരു താരം ഇന്ത്യയിലുണ്ട്. തമിഴ്നാട് വംശജയായ മിതാലി ദോരെ രാജ് എന്ന മിതാലി രാജിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ബെനഡിക്ട് ആന്റണി. 10 വയസ്സിൽ ക്രിക്കറ്റ് കളി ആരംഭിച്ച് 17 വയസ്സിൽ ഇന്ത്യക്കായി അരങ്ങേറി പത്മശ്രീയും അർജുന അവാർഡും സ്വന്തമാക്കിയ ലേഡി സൂപ്പർ സ്റ്റാറാണ് മിതാലി ദോരൈരാജ്. ക്രിക്കറ്റ് പ്രേമികൾ ലേഡി ടെണ്ടുൽക്കർ എന്നും മിതാലിയെ വിളിക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ കൗമാരപ്രായത്തിൽ തന്നെ മിതാലിയും ഇന്ത്യക്കായി അരങ്ങേറി. സമ്മർദ്ദം ഒഴിവാക്കാനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ പുസ്തകം വായിക്കുന്നത് മിതാലിയുടെ ശീലമായിരുന്നു. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിത. ഏകദിന ക്രിക്കറ്റിൽ 7000 റൺസ് കടന്ന ലോകത്തിലെ ഏക വനിതാ താരം. 2020 ഇന്ത്യയിൽ ടോപ്പ് സ്കോറർ. ഇന്ത്യക്കായി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏകതാരം. രാജ്യാന്തര ക്രിക്കറ്റിൽ 23 വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കരിയറുള്ള താരം. രാജ്യാന്തര ഏകദിനത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ജയമുള്ള ക്യാപ്റ്റൻ തുടങ്ങി ക്രിക്കറ്റ് കരിയറിൽ ഒട്ടുമിക്ക റെക്കോർഡുകളും നേടിയ വനിതയാണ് മിതാലി രാജ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കും മിതാലിയെ ഇഷ്ടമായില്ലേ? നല്ല വായനയും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ നമുക്കും വിജയ സോപാനത്തിൽ എത്തിച്ചേരാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തതായി നമുക്കൊരു ചീരപ്പാട്ട് കേൾക്കാം. പാടുന്നത് ആൻഡ്രിയ ഷൊറിൻ, നോയൽ ഗ്രീസ്, അലൈന മരിയ. ചീരപ്പാട്ട്. വട്ടത്തിൽ കൊഴികുത്തി നീളത്തിൽ തടമിട്ടങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണിയറിയണം ചെഞ്ചീര.
വെള്ളം നനയ്ക്കണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര, മറിഞ്ഞു കുനിയണം ചെഞ്ചീര, എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടിന്നു നുള്ളണം ചെഞ്ചീര, എങ്ങനെ അരിയണം ചെഞ്ചീര, നനയണം ചെഞ്ചീര, എങ്ങനെ വെക്കണം ചെഞ്ചീര, മുറ്റത്തു നിൽക്കുന്ന ചെന്തന്റെ താഴ്ത്തു മുത്തുള്ളത് വന്നങ്ങ, കൊത്തിയറിക്കണം വന്നങ്ങ, തട്ടിപ്പൊളിക്കണം വന്നങ്ങ, മുട്ടിയിടിക്കണം വന്നങ്ങ, കുറുകുറച്ചിരിക്കണം വന്നങ്ങ, മിഴിയടിക്കണം വന്നങ്ങ, വഴിക്കലക്കണം വന്നങ്ങ, ചക്കള ചുളിക്കണം ചെഞ്ചീര, അങ്ങനെ വെക്കണം ചെഞ്ചീര, ആരാണ് കൂട്ടണം ചെഞ്ചീര, നമ്മളെല്ലാരും കൂട്ടണം ചെഞ്ചീര. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായ ഭരതനാട്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി എത്തുന്നു 5Aയിലെ ഭരതനാട്യ കലാകാരിയായ ദീക്ഷ ശങ്കർ. നമസ്കാരം. ഞാൻ ഇന്ന് നമുക്കേവർക്കും ഇഷ്ടപ്പെട്ട ഭരതനാട്യത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകളാണ് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്ന സ്ഥാനം അലങ്കരിക്കുന്ന കലാരൂപമാണ് ഭരതനാട്യം. തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ജന്മം കൊണ്ടത്. ഭരതനാട്യത്തിന്റെ ആദ്യകാല നാമം ദാസിയാട്ടം എന്നായിരുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുള്ള അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഭരതനാട്യത്തിന് ആധാരമായിട്ടുള്ളത്. സംഗീത പശ്ചാത്തലത്തിലല്ലാതെ നൃത്തം സാധ്യമല്ല. മൃദംഗം, ഗഞ്ചീര, ഘടം, തമ്പുരു, ഇലത്താളം എന്നിവയെല്ലാമാണ് പ്രധാനമായും ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. പൈജാമ, വിശറി, പിൻവസ്ത്രം, മേൽവസ്ത്രം, മേലാക്ക് എന്നിങ്ങനെ 5 തരം വസ്ത്രങ്ങൾ ഉൾപ്പെട്ടതാണ് ഭരതനാട്യത്തിന്റെ വസ്ത്രധാരണം. ആകർഷണീയമായ ആഭരണങ്ങളും ചമയവും അണിഞ്ഞാണ് ഭരതനാട്യം അവതരിപ്പിക്കാറുള്ളത്. ഇത് നമുക്ക് കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം നൽകുന്ന ഒരു കലാരൂപമാണ്. നന്ദി, നമസ്കാരം. ചിത്രവർണ്ണ പൂക്കളത്തിൽ 2 തുമ്പികൾ എന്ന ലളിതഗാനവുമായി വരുന്നു ജുവൽ ജിൻഡോ. ചിത്രവർണ്ണ പൂക്കളത്തിൽ 2 തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ. ചിത്രവർണ്ണ പൂക്കളത്തിൽ 2 തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ. വളരാതി കതിരൊളി ചിമ്മി മണ്ണിൻ കുളിരമ്പിളികൾ, ഋതുദേവമണികളാടി ആടും തിരുനട തന്നിൽ. ചിത്രവർണ്ണ പൂക്കളത്തിൽ 2 തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ. തെന്നലിൻ്റെ തേരിയേറി വിണ്ണിലൂടവേ, മിന്നലിൻ്റെ മാല ചാർത്തി വന്നതാണിവർ. തെന്നലിൻ്റെ തേരിയേറി വിണ്ണിലൂടവേ, മിന്നലിൻ്റെ മാല ചാർത്തി വന്നതാണിവർ. പാരിജാത പൂക്കളാലോ കുഞ്ഞു പാതുകം, മാരിവില്ലിൽ ശീതൾ കൊണ്ടു കുഞ്ഞുടുപ്പുകൾ. വളരാതി കതിരൊളി ചിമ്മി മണ്ണിൻ കുളിരമ്പിളികൾ, ഋതുദേവരമണികളാടി ആടും തിരുനട തെന്നിൽ. ചിത്രവർണ്ണ പൂക്കളത്തിൽ 2 തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ. സ്നേഹമെന്ന പൂവരന്തം ജീവനാടിയിൽ, മാനസത്തിലെന്നുമെത്ര മധുരമേരിയം. സ്നേഹമെന്ന പൂവരന്തം ജീവനാടിയിൽ, മാനസത്തിലെന്നുമെത്ര മധുരമേരിയം. ഒന്നു ചേർന്ന് നിങ്ങൾ പാടൂ മണ്ണിലേക്കിനാ, ഒന്നു ചേർന്ന് നിങ്ങൾ പാടൂ മണ്ണിലേക്കിനാ.
ഏകതാര പേരിറങ്ങും സ്നേഹതാരയാ വളരാതി കതിരൊളിച്ചിമ്മി മണ്ണിൻ കുളിരമ്പിളികൾ ഋതുദേവരമണികളാടി ആടും തിരുനടത്തന്നിൽ ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ട് തുമ്പികൾ ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ട് തുമ്പികൾ ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വീണ്ടും ഒരു പാചകക്കൂട്ട് നമ്മെ പരിചയപ്പെടുത്താനെത്തുന്നു അലൈന മരിയ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയൻ കേസരി. ചേരുവകൾ: സേമിയ 1.5 കപ്പ്, നെയ്യ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന്, വെള്ളം 1.5 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ഏലക്ക 2 എണ്ണം. തയ്യാറാക്കുന്ന വിധം: പാൻ ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുക. അതിൽ സേമിയ വറുത്തെടുക്കുക. എന്നിട്ട് മാറ്റിയ ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സേമിയ ഇട്ട് വേവിച്ച് എടുക്കുക. അതിലേക്ക് പഞ്ചസാരയും പാലും ചേർത്ത് ഇളക്കുക, യോജിപ്പിക്കുക. താങ്ക് യു. അടുത്തതായി പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഹൃദയസ്പർശിയായ ചെറുകഥ നീ പായസത്തിന്റെ ശബ്ദരേഖ കേട്ടാലോ? നമുക്കായി കഥ വായിച്ചു തരുന്നു അബിഗേൽ AS. നീ പായസം. താൻ താക്കോലെടുത്ത് ഉമ്മരത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്നു നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞു വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ്. മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ അവളോട് അകാരണമായ ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കിത്തുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ച് കൊണ്ടുപോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിവിടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനമായിരിക്കും അത്. ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചുവെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരു പക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു. അയാൾ പറയും ഹ ഹ ഹ, അയാളുടെ വ്യസനം. അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവർ ഇത്ര വേഗം ഇതെല്ലാം മറന്നുവന്നോ? ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ചു മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താ അച്ഛാ? ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവർ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടക്കിടക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ. വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം. ഇതൊക്കെ തണുത്തിരിക്കുന്നു. അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരാ? അമ്മക്ക് മാറിയില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ടെന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു. 2 കിണ്ണങ്ങൾ. ബാലനെ വിളിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള മരപ്പലകമേൽ ഇരുന്നു. ഉണ്ണി, വിളമ്പിക്കൊടുക്കോ? അച്ഛന് വയ്യ, തലവേദനിക്കുന്നു. അവർ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാ, അമ്മ അസല് നെയ്പായസമാണ് ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കുവാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ
ഒരു നാടൻ പാട്ടുമായി വീണ്ടും എത്തുന്നു ജുവൽ ജിൻഡോ. തീയതിനന്താര തനതിനന്താര തീയതിനന്താര തനതിനന്താര സൂര്യനുദിച്ച് കണ്ടേ തീയതിനന്താര നിലം പുലർന്നു പോയി തനതിനന്താര ഒരു പിടി ഞാരെടുത്തേ തീയതിനന്താര നട്ടിട്ടും തീരുന്നില്ലേ താനതിനന്താര ആദിത്യൻ കതിര് നോക്കി തീയതിനന്താര ആദിത്യൻ കതിര് കണ്ടേ താനതിനന്താര തീയതിനന്താര താനതിനന്താര തീയതിനന്താര താനതിനന്താര ദൈവത്തെ കയ്യിലെടുത്തേ തീയതിനന്താര തമ്പുരാൻ വന്നല്ലോ താനതിനന്താര തീയതിനന്താര താനതിനന്താര തീയതിനന്താര താനതിനന്താര നട്ടിട്ടും തീരുന്നില്ലേ തീയതിനന്താര മേരിച്ചൊരിഞ്ഞു പോയി താനതിനന്താര മാനം കറുത്തു പോയി തീയതിനന്താര മരിച്ചൊരിഞ്ഞു നിന്നേ താനതിനന്താര തീയതിനന്താര താനതിനന്താര തീയതിനന്താര താനതിനന്താര. Let us hear a moral story by Andrea Sherin. The name of the story is The Woodpecker and the Parrot. The Woodpecker and the Parrot. Long ago, a woodpecker lived in a jungle. He always considered himself superior for having a strong beak. The bloated woodpecker would say to the other birds, "My beak can drill a hole into anything. Can any of you do this with your beak?" A parrot had his home close to the woodpecker's hole. He had been listening to the woodpecker's egoistic words for quite some time. He thought, it is important to show a mirror to the woodpecker. So he went to him and said, "Will you please help me drill a hole into something?" With his chest held high, the woodpecker followed the parrot. The parrot took the woodpecker near the outskirts of the forest, where an iron pole was fixed upright on the ground. He pointed towards the pole and requested, "Please drill a hole in this." Unaware that it was a metal, the woodpecker pecked hard on the pole. The pole remained unharmed, but his beak started itching badly. Taking it as a big blow to his pride, the pecker then pecked again at the pole with all his strength. And like his pride, the beak also bent down. Moral of the story: proud people breed sad sorrows for themselves. Thank you. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഈ വർഷം പുസ്തക ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ ഓരോ താളും സ്നേഹത്തിൻ്റെയും എളിമയുടെയും സഹാനുഭൂതിയുടെയും അക്ഷരങ്ങൾ കൊണ്ട് നിറച്ച് മനോഹരമാക്കി കടന്നുപോയ ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതമാകുന്ന പുസ്തകം നമുക്ക് വായിക്കാം. അതിലെ ഓരോ ഏടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ആ നല്ല ഇടയൻ്റെ വിശുദ്ധ ജീവിതത്തിനും ദീപ്ത സ്മരണയ്ക്കു മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. Dear friends, did you enjoy today's program? Yes, it is the time to wind up the today's episode. I am Andrea Shorin and Alena Maria signing out with the Shiva teacher. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ